നിങ്ങൾക്കറിയുമോ, വായിൽ വെള്ളിക്കരണ്ടിയില്ലാതെ, നാവിൽ തേക്കാൻ തേനും വയമ്പുമില്ലാതെ, അരയിൽ കെട്ടാൻ പൊന്നരഞ്ഞാണും പൊന്നേലസുമില്ലാതെ അത്തോളി എന്ന ചെറ്റക്കുടിയിൽ നിന്ന് ഒരു വ്യക്തിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കൊണ്ടുവന്ന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ശിഹാബ് തങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എന്ന് അന്തസ്സായി പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതാണ് മുസ്ലിം ലീഗ്. ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളെല്ലാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ്. ഇപ്പൊ എന്നിട്ട് എന്റെ പേരിൽ വലിയ അഴിമതി ആരോപണം. ഞാൻ റോഡ് ഉണ്ടാക്കിയതാണ്. ഞാൻ മലപ്പുറത്ത് 5 റോഡ് ഉണ്ടാക്കി. അതിനെക്കുറിച്ച് അന്വേഷിച്ചു. എന്തിനാണ് മലപ്പുറത്ത് മഞ്ചേരി ഡിവിഷനിൽ മുനീർ റോഡ് ഉണ്ടാക്കി? അതും ടെൻഡർ ഇല്ലാതെ. പ്രിയപ്പെട്ടവരെ, ഞാൻ മലപ്പുറത്ത് മാത്രമല്ല ടെൻഡർ ഇല്ലാതെ കൊടുത്തത്. MV ജയരാജൻ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആവശ്യപ്പെട്ടപ്പോൾ കണ്ണൂരിൽ ഞാൻ ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട്. VK മുഹമ്മദ് കോയ അവിടെ കോഴിക്കോട് ഒരു പാലം ആവശ്യപ്പെട്ടപ്പോൾ ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇതിന്റെ തൊട്ടടുത്ത് കരുവന്തുരുത്തി പാലം, അത് VK മുഹമ്മദ് ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്തതാണ്. അതുപോലെ ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ തോമസ് ഐസക് പറയുന്നു അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ അന്വേഷിക്കില്ല. മലപ്പുറത്ത് എന്തിനു കൊടുത്തു? മലപ്പുറത്ത് 5 എണ്ണം നിങ്ങൾ എന്തിനു കൊടുത്തു? മലപ്പുറത്തിന് ഞാൻ അനീതി ചെയ്തിട്ടില്ല. പക്ഷെ മലപ്പുറത്തിന് നിഷേധിക്കപ്പെട്ട നീതി ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രയോ നാളുകളായി പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് റോഡ് കൊടുത്തതിന്റെ പേരിൽ 1000 കൊല്ലം നിങ്ങൾ എന്നെ തടവിലിട്ടാലും തിരിച്ചു വന്ന് ഞാൻ ഇതേ തെറ്റ് 100 തവണ ആവർത്തിക്കും. എന്റെ കയ്യിൽ നിങ്ങൾ ചങ്ങലയിട്ടാൽ അതിനെ പൂമാലയായി സ്വീകരിക്കും. എന്നാലും മലപ്പുറത്തിന് വേണ്ടി ഇനി അവസരം കിട്ടിയാൽ 1000 റോഡുകളും 1000 പാലങ്ങളും ഞാൻ കൊടുക്കും. ആരാണ് ചോദിക്കാൻ? ഈ പ്രദേശത്തെ പാവപ്പെട്ടവരെ, പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി റോഡ് കൊടുത്താൽ നിങ്ങൾ പേടിപ്പിക്കുകയാണ്. നിങ്ങളുടെ പേടിയൊന്നും കണ്ട് വിറച്ച് മാളത്തിൽ പോയി ഒഴിക്കുന്ന ചോരയൊന്നുമല്ല ഈ സിരകളിൽ ഒഴുകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്, EMSനെ പേടിക്കാത്ത വാപ്പാന്റെ മോന് തോമസ് ഐസക്കിനെ പേടിക്കുന്നത്. തോമസ് ഐസക് നിങ്ങളുടെ താടിയും നിങ്ങളുടെ കഷണ്ടിയും അതൊന്നും കണ്ട് പേടിക്കുന്ന കൂട്ടത്തിലല്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ. നിങ്ങളുടെ ആ സഞ്ചിയിലുള്ളതിന്റെ ഒരു അംശം തലച്ചോറിലുണ്ടെങ്കിൽ കേരളം രക്ഷപ്പെട്ടു.